പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാനായി സാക്ഷരതാ മിഷൻ നടത്തുന്ന പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചു. ആദ്യ ദിനത്തിൽ 60-ലധികം പഠിതാക്കൾ ക്ലാസ്സിലെത്തി. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ചങ്ങാതി എന്ന പേരിൽ പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നത്. സർവേയിലൂടെ കണ്ടെത്തിയ 60-ലധികം വരുന്ന പഠിതാക്കളെ കണ്ടെത്തിയാണ് അനിവാര്യവും അനുകരണീയവുമായ പരിപാടി. വെള്ളിയാഴ്ച പള്ളിക്കര ബീച്ച് റോഡ് പരിസരത്ത് വെച്ച് തുടക്കം കുറിച്ച പദ്ധതിയുടെ ആദ്യ ദിനത്തിൽ മുഴുവൻ പഠിതാക്കളും ക്ലാസ്സിലെത്തി. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA പഠിതാക്കൾക്ക് പാഠപുസ്തകം നൽകിക്കൊണ്ട് പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പള്ളിക്കരയിലുള്ള നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടെ എത്തിയ ആ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ ഒരു മലയാളം പാഠാവലി തയ്യാറാക്കി അവരെ പഠിപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഏതാനും സംസാരിക്കുന്ന ഇവിടെ പല ജോലിക്കും വന്ന ആളുകളെ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്നതിൻ്റെ ഔപചാരികമായ തുടക്കമാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മുടെ പള്ളിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ സാക്ഷരതാ പ്രേരക്കും അതിൻ്റെ കോർഡിനേറ്ററും ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഹിന്ദി കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകനെ കണ്ടുപിടിച്ച് മലയാളം അവരെ പഠിപ്പിക്കാനും അവർക്ക് അക്ഷരം, അതുപോലെ തന്നെ വാക്കുകൾ, സെൻറ്റൻസുകൾ ഇതൊക്കെ പറയാനും അത്യാവശ്യം വേണ്ടി വന്ന മലയാളികളോട് സംസാരിക്കാനും പറ്റത്തക്ക നിലയിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പദ്ധതി ഗവൺമെൻറ് ആവിഷ്കരിച്ചത്. ചടങ്ങിൽ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ അധ്യക്ഷനായി. ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ PN ബാബു പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീൻ വഹാബ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ V സൂരജ്, A മണികണ്ഠൻ, പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുല്ല സിംഗപ്പൂർ, റീന രാഘവൻ, റീജ രാജേഷ്, പ്രേരകമാരായ ആയിഷ മുഹമ്മദ്, M ഗീത എന്നിവർ സംസാരിച്ചു. പ്രേരക രജനി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.